ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഞങ്ങൾ ഒരിടവകയിൽ ധ്യാനിപ്പിക്കുവാൻ വേണ്ടി പോയപ്പോൾ ആ ഇടവകയിലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾക്ക് താമസിക്കുവാൻ വേണ്ടി സൗകര്യം തന്നത്. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. വൈകുന്നേരമായപ്പോൾ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കേൾക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് ശ്രദ്ധിച്ചപ്പോൾ അയൽവക്കത്തുള്ളൊരു വീട്ടിലെ ചേച്ചി എന്നിങ്ങനെ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ശ്രദ്ധിച്ചപ്പോഴാണ് അറിയുന്നത് അയൽവാസികൾ തമ്മിൽ അതിർത്തി തർക്കത്തിന്റെ പേരിലാണ് ഈ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഈ രണ്ട് വീട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് റൂമിൽ കയറി കഥ കടച്ചു, അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കേൾക്കേണ്ടി വരും. അങ്ങനെ പിറ്റേ ദിവസം ധ്യാനത്തിനായിട്ട് പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ചേച്ചി മുന്നിൽ നിന്ന് ഇങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുർബാനയുടെ സമയമായി. കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഈ ചേച്ചി ഇതെല്ലാം കുർബാനയ്ക്കെല്ലാം പ്രത്യുത്തരം ഇങ്ങനെ ഒച്ചത്തിലാണ് ചെല്ലുന്നതൊക്കെ. ഏതായാലും മൂന്നാമത്തെ ദിവസമായപ്പോൾ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സംസാരിക്കാനും ഇടവന്നപ്പോൾ ഈ ചേച്ചിയോട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ അയൽവാസികൾക്കൊന്നും ഞങ്ങൾ രക്ഷപ്പെടുന്നത് ആർക്കും താല്പര്യമില്ല. അവരെന്തൊക്കെയോ ഞങ്ങൾക്കെതിരെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു അനുഗ്രഹവും ഒരു സാമ്പത്തിക മേഖലയിലാണെങ്കിലും എപ്പോഴും കടബാധ്യതയും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. ഈ ചേച്ചി പറയുന്നിടത്തെങ്കിൽ ബാക്കിയുള്ളവർക്കാണ് കുറ്റം, ഈ ചേച്ചി എല്ലാ കാര്യത്തിലും ഓക്കെയാണ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണേലും അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ജഡിഭാഗത്തിൽ വീണു പോകുന്നത് ഏതെങ്കിലും അവസ്ഥയിലൂടെ ഒക്കെ നമ്മളും ഇങ്ങനെയൊക്കെ വീണു പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും മറ്റു പലതിനെ ഇങ്ങനെ പഴിചാരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പഴിചാരുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാതിരിക്കും. ഐശ്വര്യം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതിരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ സക്കൈവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സക്കൈവൂസ് ഈശോയോട് പറയുന്നുണ്ട്, ഞാൻ വഞ്ചിച്ചെടുത്തതും പറ്റിച്ചെടുത്തതും എല്ലാം 100 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് ഈശോയോട് പറയുമ്പോൾ ഈശോ സക്കൈവൂസിനോട് പറയുന്നുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ വരുമ്പോൾ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരാതെ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും എല്ലാം ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ. പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും ഈശോയ്ക്ക് പ്രീതികരമായ വിധത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറുവാനും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിനെ പ്രീതിപ്പെടുത്തുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.